അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി കാർവാറിൻ്റെ നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും വരുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ 50 സ്ഥലങ്ങളിൽ 6ാമത്തെ സ്ഥലമായ കർണാടകയിലെ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി കാർവാറിൻ്റെ നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് ട്രെയിൻ നമ്പർ 110-98 പൂർണ്ണ എക്സ്പ്രസ്സിനാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 6:50 എറണാകുളം ജംഗ്ഷനിൽ നിന്നും എടുത്ത് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് കാർവാറിലെത്തുന്ന ഈ ട്രെയിനിന് തൽക്കാൽ സ്ലീപ്പർ ടിക്കറ്റ് എനിക്ക് 550 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, 2 പ്ലാറ്റ്ഫോമായിട്ട് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കാർവാർ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ഫ്രണ്ട് ബിൽഡിങ്ങൊക്കെ കുറച്ച് പഴക്കം ചെന്നതാണ്. അങ്ങനെ അവിടെ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഇന്ന് 7:30 ട്രെയിൻ എത്തിയപ്പോൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം 7 കിലോമീറ്ററാണ് കാർവാർ ബസ് സ്റ്റാൻഡിലോട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും. ബസ് ടിക്കറ്റ് ഏകദേശം 14 രൂപയാണ് നമുക്ക് ചാർജ് ആയിട്ടുള്ളത്. അങ്ങനെ വന്ന് റൂമെല്ലാം എടുത്ത് റൂമിന് ഏകദേശം ഒരു ദിവസത്തിന് 500 രൂപയാണ് ചാർജ്. അത്യാവശ്യം നല്ലൊരു റൂമാണ്. അങ്ങനെ റൂമെല്ലാം എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങി ഫുഡെല്ലാം കഴിച്ച് 3 പൂരിയാണ് കഴിച്ചത്. 45 രൂപ. ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യത്തെ യാത്രയാണ്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, എല്ലാം നമുക്ക് കാണാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തതും എല്ലാം. അപ്പോൾ അത് ഏകദേശം യാത്രകൾ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചത്. അതിനടുത്തായിട്ട് തന്നെ ഒരു ആൽമരത്തിൻ്റെ അടിയിലായിട്ടൊരു കുഞ്ഞ് ക്ഷേത്രമെല്ലാം ഉണ്ട്. അതിനകത്ത് പൂജയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ആർച്ചെല്ലാം ഉണ്ട്. ഈ ആർച്ച് വരുന്നത് ഇതിനകത്തായിട്ടൊരു മന്ദിറുണ്ട് കേട്ടോ. ആ ദൂരെ കാണുന്ന മന്ദിറിന് ആർച്ചാണ് ഈ കണ്ടത് ഫ്രണ്ടിൽ. ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞു കേട്ടോ. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സർക്കിൾ ഉണ്ട്. ഒരു 5 ഭാഗങ്ങളിലോട്ട് ഈ സർക്കിൾ കയറിയിട്ടാണ് പോകുന്നത്. അല്ല, ഈ സർക്കിളിൻ്റെ സെൻട്രലായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാച്ചു എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ പരിസരത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ ജില്ലാ കോടതി സ്ഥിതി ചെയ്യുന്നത്. ഈ ഫുട്പാത്തിലൊക്കെ ഓരോ കച്ചവടങ്ങളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ. സൈഡിലെല്ലാം ഇരിക്കുന്നുണ്ട്. പേരയ്ക്ക, ചിക്കു അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഫ്ലവറെല്ലാം ഉണ്ട്. ഇവിടെ നല്ല ഞാവൽപ്പഴമായിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. ഞാവൽപ്പഴം. ഈ സർക്കിളിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് കണ്ട് കുറേ പൂക്കടകളെല്ലാം ഉണ്ട്. പൂക്കടകളെല്ലാം ഓപ്പണായി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് കടയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഫുട്പാത്തിലാണ്ട് ഒരുപാട് ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. കുറേ ചെറിയ പൂക്കടകളുണ്ട്. അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം മിക്ക പഴങ്ങളൊക്കെ ഉണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ തേങ്ങ അങ്ങനെയുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൂക്കൾ അതൊക്കെയാണ് കൂടുതലായിട്ട് ഫുട്പാത്തിലിട്ട് കച്ചവടം ചെയ്യുന്നത്. ഇതേതുപോലെ സ്നാക്സ് എല്ലാം ചെറിയ ചെറിയ കവറിലാക്കി കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. സ്നാക്സ് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഈത്തപ്പഴം എല്ലാം ഇരിക്കുന്നുണ്ട്. ഇവിടെ പൊരി കാര്യങ്ങൾ, അങ്ങനത്തെ എണ്ണയിലിട്ട് പൊരിക്കുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നുണ്ട്. ആ സൈഡിൽ തുണിയുടെ കച്ചവടങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലായിട്ട് തേങ്ങകൾ മാത്രം കൊണ്ടുവന്നിട്ടിട്ട് ചില ആൾക്കാർ അതിൻ്റെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായി വന്നു കേട്ടോ. അതിൻ്റെ ഒരു KSRTC വരുന്നത്, കർണാടക KSRTC വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലെ സ്നാക്സ് എല്ലാം കവറിലാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ മുല്ലപ്പൂമാല കോർക്കുന്നതാണ്. ഇതിങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ടാണ് കോൾഡ് ഡ്രിങ്ക്സ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇത് ലസ്സിക്കടയാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം എന്തോന്ന്.
അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ലസ്സി എല്ലാം മേടിച്ച് കഴിച്ച് ഈ ചൂടത്ത് ലസ്സി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല അവിടുത്തെ ലസ്സിക്ക് നല്ല ടേസ്റ്റി ഉണ്ട്, അത് കാരണമാണ് അവിടെ നല്ല തിരക്ക്. അത് നല്ല പല ഫ്ലേവറിലാണ്, മാംഗോ, സ്ട്രോബെറി അങ്ങനെ പല ഫ്ലേവറിലായിട്ടാണ് ലസ്സി അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 20 രൂപയാണ് ആയത്. എന്തായാലും കൊള്ളായിരുന്നു. ഇത് മിക്ക സ്ട്രീറ്റിലും ഇതുപോലെ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം ഇട്ട് വിൽക്കുന്ന കച്ചവടക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ നിരനിരയായിട്ട് ഇരുന്ന് കച്ചവടം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എല്ലാം എടുത്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി ഫുഡെല്ലാം കഴിച്ച് ചോറാണ് കഴിച്ചത്. ചോറിൻ്റെ കൂടെ ചപ്പാത്തി, കുറച്ച് പരിപ്പ് കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ 90 രൂപയാണ് റേറ്റ് ആയത്. അപ്പോൾ ഇനിയാണ് നമ്മൾ പ്രധാന സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. ഇപ്പം സമയം 3 മണിയായി കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നടന്ന് നമ്മൾ കാർവാറിലെ സർവീസ് റോഡിൻ്റെ അടുത്തെത്തി. NH 66 ഈ കടന്നു പോകുന്നതിൽ. പനവേൽ കൊച്ചി കന്യാകുമാരി റോഡാണ് കടന്നു പോകുന്നത്. ഇത് ലെഫ്റ്റിലോട്ട് പോകുന്നെങ്കിൽ മാംഗ്ലൂർ ഭാഗത്തോട്ടാണ് പോകുന്നത്. റൈറ്റിലോട്ടാണ്ട് ഗോവയിലോട്ടാണ്. ഗോവയിലോട്ട് ഇവിടുന്ന് 70 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗോവയിലോട്ട്. ഈ റോഡിൻ്റെ താഴെയുള്ള ഫില്ലറിലൊക്കെ ഓരോ ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ. ഇത് കടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് മത്സ്യങ്ങളുടെ ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കലാപരമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം പുറത്തെ പില്ലറിലാണ്ട് വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് കാർവാറിലെ PWD ഓഫീസാണ്. അതിൻ്റെ മുറ്റത്തായിട്ട് കണ്ടില്ലേ ഒരു പഴയ റോഡ് റോളറാണ്. ഈ ഒരു റൂട്ടിലായിട്ട് ഒരുപാട് ടണലുകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടണലിലൂടെ കയറിയിട്ടാണ് ട്രെയിൻ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആണ്ട് ഒരു ടണലുണ്ട്. അത് അങ്ങോട്ട് പോകുന്ന ടണലാണ്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നതുണ്ട് കേട്ടോ. ഇതെങ്ങനെ നടന്ന് മുനിസിപ്പൽ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതാണ് കാർവാറിലെ ചിൽഡ്രൻസ് പാർക്ക്. അത്യാവശ്യം റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട് പിള്ളേർക്ക് പറ്റിയ. ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ ബീച്ചും ഉള്ളത്. അതുകൊണ്ട് ബീച്ചിലോട്ടുള്ള ആർച്ചാണ് ഇത്. ഇതിനടുത്തായിട്ട് തന്നെ ടാഗോറിൻ്റെ ഒരു സ്റ്റാച്ചു എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് അകത്തായിട്ട് എന്തോ ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫെസ്റ്റിവൽ ഇപ്പോൾ എല്ലാം സാധനങ്ങളും അഴിച്ചുകൊണ്ടിരിക്കുക, റൈഡും കാര്യങ്ങളും അതിൻ്റെ എല്ലാ സാധനങ്ങളും അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെസ്റ്റിവലെല്ലാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് രവീന്ദ്രനാഥ ടാഗോർ ബീച്ച് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതാണ്ട് കടലിറങ്ങി കുളിക്കുന്നെല്ലാം ഉണ്ട്. ഒത്തിരി പേരുണ്ട് കേട്ടോ. അവിടെ പിന്നെ ഉള്ളിലായിട്ടാണ്ട് ഒരുപാട് ചെറിയ ചെറിയ ദ്വീപുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ല, അങ്ങനെ ചെറിയ ചെറിയ ദ്വീപുകളെല്ലാം ഉണ്ട് ഇതിന് കടലിൻ്റെ ഉള്ളിലോട്ടായിട്ട്. വലിയ മല നിൽക്കുന്നുണ്ട്. ഈ ബീച്ചിൽ ഇതുപോലെ ഇരിക്കാനുള്ള എല്ലാ ചെയറുകളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും ഇപ്പോൾ 4 മണി ആവുന്നുണ്ട്. എന്നാലും നല്ല വെയിലുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാരാണ് കുളിക്കുന്നെല്ലാം ചെയ്യുന്നത്. കാലാവസ്ഥ നല്ല ചൂടായതുകൊണ്ട് ഏതാണ്ട് ഒരു ഡോഗ് വെള്ളത്തിൽ വന്ന് കിടക്കുന്നുണ്ട്. കുറേ നേരമായി ഇയാൾ ഇവിടെ കിടക്കുന്നു. ഈ ബീച്ചിനടുത്തായിട്ട് തന്നെയാണ് വാർഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ് മ്യൂസിയം ഉള്ളത്. ഇതിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ 50 രൂപ ടിക്കറ്റ് എടുക്കണം നമുക്ക്. ഇതാണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു യുദ്ധവിമാനം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഷിപ്പ് INS ചാപ്പൽ 94 കൊണ്ട് ഉണ്ടാക്കിയതാണിത്. അതുകൊണ്ട് തന്നെ INS ചാപ്പൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ ഒരു മിസൈലെല്ലാം വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെ INS ചാപ്പൽ 94 എന്ന് പറയുന്ന ഈ ഷിപ്പിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ക്യാപ്റ്റൻ ക്യാബിനും അങ്ങനെ ഒരുപാട് ക്യാബിനുകളെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ എൻജിൻ റൂമും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനുള്ള സൗകര്യം ഇതിലുണ്ട്. അതിന് പ്രത്യേക ടിക്കറ്റൊന്നുമില്ല. ഇങ്ങോട്ട് എൻട്രി ഫീസ് കൊടുക്കുമ്പോൾ തന്നെ ഇതിലോട്ടും നമുക്ക് കയറാൻ പറ്റും. 50 രൂപയുള്ള ഫീസ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. ചുറ്റും നല്ല ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് മനോഹരമാക്കി വെച്ചേക്കുന്നതാണ്.
ഇത് ഈ ഭാഗത്തും ഒരു ചെറിയൊരു മിസൈലെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ടുണ്ടല്ലേ ഷിപ്പിൻ്റെ ഗണ്ണെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഐറ്റം ഏത് സൈഡിലോട്ട് വേണമെങ്കിലും തിരിച്ചിട്ട് ഫയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മുകളിലെ അതിലോട്ടൊക്കെ നമുക്ക് കയറി കാണാൻ പറ്റും കാഴ്ചകളെല്ലാം. അതുപോലെ തന്നെ ഈ ഷിപ്പിൻ്റെ പുറകുവശത്തുണ്ട് ഫയർ ചെയ്യുന്ന ഈ മെഷീന്. ഇതും പല സൈഡിലോട്ടും തിരിച്ചിട്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന യന്ത്രമാണത്. ഇന്ത്യൻ നേവിയുടെ പലതരം ഷിപ്പിൻ്റെയും എയർക്രാഫ്റ്റിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതേതുപോലെ ഓരോ ബോർഡുകളിലാക്കിയിട്ട് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്കിതുവഴി നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു സ്റ്റാച്ചു എല്ലാം വെച്ചേക്കുന്നത് കാണാം കേട്ടോ. കുറച്ച് മത്സ്യബന്ധന തൊഴിലാളികളെയും ഒരു വള്ളത്തിൻ്റെ എല്ലാം സ്റ്റാച്ചു ആണിത്. ഇത് സ്ലൈഡ് ബാക്ക് ഹോം എന്നാണ് ഇതിൻ്റെ പേര്. അതായത് മത്സ്യബന്ധനത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് വള്ളം കരയ്ക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ സ്റ്റാച്ചു ആക്കി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്ന് വന്ന് റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇത് പാറകൾ കൊണ്ട് ഉണ്ടാക്കിയൊരു ഗാർഡനാണിത്. അതുകൊണ്ടാണ് ഇത് റോക്ക് ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. പല ഐറ്റംസുകളാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ പാറ കൊണ്ടൊരു ഫേസ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. 2 സൈഡിലായിട്ടും ഉണ്ട്. ഒരു ആർച്ചെല്ലാം ഉണ്ട്. കയറി നോക്കാം അകത്തോട്ട്. ഇതാണ് റോക്ക് ഗാർഡൻ്റെ അകത്തൊരു കാഴ്ച. ഇത് ടിക്കറ്റ് എടുക്കണം കേട്ടോ. 40 രൂപ ടിക്കറ്റ് ഉണ്ട് അഡൽട്ടിന്. ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തോട്ട് വരുമ്പോൾ ഈ സൈഡിലായിട്ടൊരു ബിൽഡിങ് നെറ്റെല്ലാം അടിച്ചതുപോലെ വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല നമുക്ക്. അതുകൊണ്ട് ഈ സൈഡിലായിട്ടൊരു മത്സ്യബന്ധന ഫാമിലിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കി വെച്ചതാണ്. ഒരു സാധാരണ മത്സ്യബന്ധന ഫാമിലിയുടെ സന്തോഷ നിമിഷങ്ങളാണ് ഇവിടെ സ്റ്റാച്ചു ആക്കി കാണിച്ചു വെച്ചേക്കുന്നത്. ഈ സൈഡിലായിട്ടെല്ലാം ഓരോരോ പ്രതിമകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒറ്റ കല്ലിലാണ് ഇതെല്ലാം കൊത്തി വെച്ചേക്കുന്നത്. ഇത് വീണ്ടും ഇതിനകത്തോട്ട് കയറി വരുമ്പോൾ നമുക്ക് കണ്ട് ഇതുപോലുള്ള സ്റ്റാച്ചുകളെല്ലാം ഒരുപാട് കാണാം. നടക്കുന്നിടത്തെല്ലാം കല്ല് പാകി നല്ലതാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ കണ്ടോ, ഹൽക്കി കമ്മ്യൂണിറ്റി എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തായിട്ട് കണ്ട് കൊച്ചു വീടും പിന്നെ അതുപോലെ ഇത് സുഗ്രി നൃത്തമാണ് ഇത്. കണ്ട് ഇതുപോലെ സ്റ്റാച്ചുകളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ ഒരു ഇതാണ്, എന്നാലും ഇത് നല്ലൊരു റിയലായിട്ട് നമുക്കിത് തോന്നിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഈ സൈഡിലായിട്ട് നമുക്ക് മുക്രി കമ്മ്യൂണിറ്റി എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇത് തീരത്തോട് പണ്ട് കാലങ്ങളിൽ താമസിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗമാണ് മുക്രി എന്ന് പറഞ്ഞത്. അവരൊരു കൊച്ചു കുടിലും അവരൊരു ജീവിതശൈലിയാണ് ഇവിടെ സ്റ്റാച്ചു ആക്കി കാണിച്ചേക്കുന്നത്. ഇതൊരു കിണറിൻ്റെ എല്ലാം വെച്ച് വെള്ളം കോരുന്നതായിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഈ വെള്ളം കൊണ്ടുപോകുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു യക്ഷഗാനത്തിൻ്റെ സ്റ്റാച്ചു എല്ലാം കാണാം കേട്ടോ. ഇതേ നോക്കി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, അത്രയും റിയലായിട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നോക്കി ഇതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് ഒരാൾ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കണ്ടോ. എല്ലാം ഒരു കലാരൂപത്തിൻ്റെ സ്റ്റാച്ചു ഒക്കെയാണ് വെച്ചേക്കുന്നത്. ഇതൊരു കൊച്ചു കുടിലെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഇതേവിടെ കണ്ടില്ലേ, ഈ സൈഡിലായിട്ട് കുമ്രി മറാത്തി കമ്മ്യൂണിറ്റിയാണ്. കുമ്രി എന്ന് പറഞ്ഞൊരു ഗോത്രവർഗ ആൾക്കാരെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവർക്ക് പ്രധാനമായിട്ടും കൃഷിയും കന്നുകാലി വളർത്തൽ അങ്ങനെയൊക്കെയാണ് ഇവരെ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലങ്ങളിൽ. അപ്പോൾ ഈ റോക്ക് ഗാർഡനകത്ത് ഇതുപോലെയുള്ള ഒരുപാട് കലാരൂപങ്ങളും അതുപോലെയുള്ള പലതരം ഗോത്രങ്ങളുടെ ആചാരങ്ങളെല്ലാം കാണിക്കുന്ന സ്റ്റാച്ചുകളാണ് ഒരുപാട് വച്ചിട്ടുള്ളത്.
രൂപ ഉള്ളൂ ഇങ്ങോട്ട് ടിക്കറ്റ്. എന്തായാലും ഇത് ഇങ്ങോട്ട് കയറിയോ ഇതെല്ലാം കാണുന്നത് 40 രൂപയ്ക്ക് നമുക്ക് വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അപ്പോൾ നമ്മളിനി ഈ റോക്ക് ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി കാർവാർ ബീച്ചിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ഗാർഡൻ ആയിരുന്നു കേട്ടോ ഇത്. വേണ്ട നല്ല ഭംഗിയൊക്കെ എല്ലാം വെച്ചേക്കുന്നില്ല. അങ്ങനെ റോക്ക് ഗാർഡൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ നടന്ന് കാർവാർ ബീച്ചിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇതാണ് കാർവാർ ബീച്ച്. ഇവിടെ കൊച്ചു കൊച്ചു വെള്ളങ്ങളെല്ലാം മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. മിക്ക വെള്ളത്തിലും ആൾക്കാർ വന്ന് വലയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ആൾക്കാരെല്ലാം ഈവനിങ് വാക്ക് നടത്തുന്നുണ്ട്. അതായത് ടൂറിസ്റ്റുകളൊന്നും ഇവിടെ കാണാനില്ല. അത്യാവശ്യം അത്ര വൃത്തിയുള്ള ബീച്ചൊന്നുമില്ല കേട്ടോ. ഇന്ന് നല്ല മഴക്കാറുണ്ട്. അത് കാരണം നമുക്കിന്ന് സൺസെറ്റൊന്നും കാണാൻ കഴിയത്തില്ല. വേണ്ട അത്യാവശ്യം നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് സൺസെറ്റ് കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഗൂഗിളിൽ നോക്കുമ്പോൾ കുറേ ബീച്ചുകൾ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഏറ്റവും നല്ല ബീച്ച് രവീന്ദ്രനാഥ ടാഗോർ ബീച്ചാണ് പോയതിൽ കണ്ടത്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും നല്ല വൃത്തിയുള്ള ബീച്ചൊക്കെ അതാണ്. ഈ കാർവാർ ബീച്ച് അല്ലെങ്കിൽ കർവി ബീച്ച് എന്ന് പറയുന്ന ഈ ബീച്ചിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്തൊരു ബീച്ചാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോവാം. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ തിരിച്ച് ഇവിടുന്ന് ബസ് കയറിയിട്ട് കാർവാർ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. അപ്പോൾ ബീച്ചിൻ്റെ അവിടുന്ന് ബസ്സെല്ലാം കയറിയിട്ട് കാർവാർ ബസ് സ്റ്റാൻഡിലെത്തി. 6 രൂപയാണ് നമുക്ക് ബസ് ടിക്കറ്റ് ആയത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയതിന് ശേഷം ഫുഡെല്ലാം മേടിച്ച് ഒരു ചിക്കൻ മസാല റൈസാണ് മേടിച്ചത്. 130 രൂപ. ഇനി റൂമിൽ പോയിട്ട് കഴിക്കാനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.